ഫിസിക്കൽ സജസ്റ്റബിലിറ്റി ആയിട്ടുള്ള ആളുകൾ കുറേയും കൂടി എക്സ്പ്രസീവ് ആയിരിക്കും. അവരെ സങ്കടം വന്നാൽ കരയും, ചിരിക്കും, സന്തോഷം വന്നു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കും. ചിലർ കുറച്ചും കൂടി ഉള്ളിലേക്ക് ഒതുക്കുന്ന കൂട്ടത്തിലായിരിക്കും. നമുക്ക് അവരെ കാര്യങ്ങൾ പറയാനോ പ്രോസസ്സ് ചെയ്യാനോ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി പേര് ചെയ്യാതിരിക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ റിസൾട്ട്സ് ഇത് നമ്മുടെ കയ്യിലല്ല. നന്നായി പഠിച്ചെന്ന് പറഞ്ഞാലും കുട്ടി ചിലപ്പോൾ തോറ്റു പോവാം അല്ലെ. നന്നായി വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ കിട്ടാതിരിക്കാം അല്ലെ. ഇപ്പൊ റിസൾട്ട്സ് ഇറ്റ് ഇസ് നോട്ട് ഇൻ അവർ ഹാൻഡ്. എക്സാം ഫോബിയ, എനിക്ക് മാർക്ക് കിട്ടുമോ, എനിക്ക് ഈ ചോദ്യങ്ങളായിരിക്കുമോ വരിക, ഔട്ട് ഓഫ് സിലബസ് ഉണ്ടാവുമോ, പേടിയില്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു IAS ഓഫീസറോ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറോ ഒരു കളക്ടറോ ഒരു ടീച്ചറോ ആരും തന്നെ ഉണ്ടായിട്ടില്ല. കുട്ടികൾ കളിക്കുമ്പോൾ മാക്സിമം അവരെ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ലെറ്റ് ദം ഫീൽ, ലെറ്റ് ദം ഫേസ് ദാറ്റ്. ആ ഒരു തോൽക്കുന്നത് അവരൊന്ന് മനസ്സിലാക്കട്ടെ. അതുപോലെ റിലേഷൻഷിപ്പിലുള്ള ട്രോമ, പെയിൻ, ഇതൊക്കെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും, എങ്ങനെ അതൊക്കെ മാറിക്കിട്ടുക? റിലേഷൻഷിപ്പിലായി കഴിയുമ്പോൾ എസ്പെഷ്യലി ഇത്തരം ടോക്സിക് റിലേഷൻഷിപ്പിലാകുമ്പോൾ ദേ ഡെവലപ്പ് ട്രോമ ബോണ്ടിങ്. ഇഫ് യു സ്കെയർഡ് ഓഫ് ലോൺലിനെസ് ദെൻ ഡോണ്ട് ഗെറ്റ് മാരീഡ്. നാം കാണുന്ന മനോരാജ്യത്തേക്കാൾ മറ്റൊരു മായക്കാഴ്ചകളില്ല ഈ ലോകത്ത്. എല്ലാം തുടങ്ങുന്നതും അവസാനിക്കുന്നതും നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയാണ്. ആണോ? ആ ഒരു ചോദ്യത്തിന് ഉത്തരം തരാനായി ഇന്ന് നമ്മളോടൊപ്പം ഒരാളുണ്ട്. മനസ്സിൻ്റെ പല പല സങ്കീർണമായ പ്രശ്നങ്ങൾക്കും വളരെ ലളിതമായി നമ്മൾക്ക് ഉത്തരം തന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് റോസ്മേരി ആൻ്റണിയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഞാനീ പറഞ്ഞതൊക്കെ വളരെ സത്യമാണ് കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നത്. കാരണം ഞാൻ റോസ്മേരി ആദ്യമായിട്ട് ഫോളോ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് അന്ന് ആ ടൈമിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് അന്ന് ഞാൻ കണ്ടത്. കാരണം അന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തോ ഒരു വിഷമത്തിൽ നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമത്തിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് ആ ഒരു റീല് കണ്ടപ്പോൾ തോന്നി, അപ്പോൾ ഒത്തിരി പേർക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ വളരെ സന്തോഷം. നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിച്ചു തുടങ്ങാം. താങ്ക് യു. ഞാൻ ശരിക്കും അങ്ങനെ ആദ്യമൊക്കെ വീഡിയോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. വീഡിയോ ചെയ്യണോ, അതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം പബ്ലിക് ആകുമ്പോൾ എൻ്റെ ഒരു പ്രൈവസി പോവും. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ആൻസൈറ്റി ഉള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഞാനൊരു കമ്പനിയുടെ ഭാഗമായപ്പോൾ അതൊരു നെസസറി ആയിട്ട് വന്നു. അതൊരു ഫോഴ്സും കൂടിയായിരുന്നു. അപ്പോൾ എൻ്റെ ടീമിലുണ്ടായ 2 പേര്, നമ്മുടെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റും അതോടൊപ്പം തന്നെ ഉണ്ടായ 2-3 പേരാണ് എന്നോട് ആദ്യമായിട്ട് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു. മുമ്പ് ഞാൻ വീഡിയോ ചെയ്യുമായിരുന്നു, എനിക്കിതുപോലത്തെ ഒരു പേജും ഉണ്ട്. പക്ഷെ ഞാൻ വീഡിയോ ഇടും, ഞാൻ ഡിലീറ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇത് ഇട്ടതിന് ശേഷം അപ്പോഴും എനിക്കൊരു ബുദ്ധിമുട്ട്. ഞാൻ പലതവണ ഇത് നിർത്തി. ഇൻ ബിറ്റ്വീനിൽ ഞാൻ വേണോ വേണ്ടയോ നിർത്തി. ഇറ്റ്സ് ബിക്കോസ് ഓഫ് കമൻസ്. ചിലവർ ഭയങ്കര നന്നായിട്ട് കമൻസ് ഇടും, ചിലവർ കമൻസ് ഇടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന കമൻസ് ഇടും. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ കമൻസുകളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചില ദിവസങ്ങൾ എന്നെ ഭയങ്കര ഹാപ്പി ആക്കുന്നു, ചില ദിവസങ്ങൾ എന്നെ ഭയങ്കരമായിട്ടും തളർത്തുന്നു. അപ്പം ഞാനിത് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് 2-3 തവണ ഞാൻ നിർത്തി. ഇപ്പോൾ രമ്യ പറഞ്ഞതുപോലെ എന്നെ 2-3 നേഴ്സുമാർ കാനഡയിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ ഒരു മാസത്തേക്ക് വീഡിയോസ് ഇട്ടില്ല. ദേ ആസ്ക്ഡ് മീ, മാം അന്ന് എൻ്റെ കൺസൾട്ടേഷൻ ഫീസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, വി ഡിഡ്ന്റ് ടേക്ക് യുവർ കൺസൾട്ടേഷൻ, പക്ഷേ മാം പറയുന്ന വീഡിയോസ് ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, അതൊന്ന് കണ്ടിന്യൂ ചെയ്യുമോ, എന്താ ഇപ്പോൾ വീഡിയോസ് ഇടാത്തത്? അപ്പോൾ ഐ തോട്ട് കുറച്ച് ആളുകൾ അത് കേൾക്കുന്നുണ്ട്, കണക്റ്റ് ആവുന്നുണ്ട് എന്നെനിക്ക് തോന്നി. അപ്പോൾ അതൊരു സൈക്കോ എഡ്യൂക്കേഷൻ പ്ലസ് ഒബ്വിയസ്ലി ഐ ഹാവ് ടു ബി ഓണസ്റ്റ്, അതൊരു മാർക്കറ്റിംഗ് കൂടിയാണ്. നമ്മുടെ ഒരു കമ്പനിയുടെ പ്രൊമോഷനും പ്ലസ് അതൊരു സൈക്കോ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. അവിടെ ഞാനപ്പോൾ തീരുമാനിച്ചു ആ കമൻസുകളൊന്നും തന്നെ വായിക്കില്ല. അന്ന് മുതൽ ഞാൻ ഇന്ന് വരെയും കമൻസ് ഇതുവരെ വായിച്ചിട്ടില്ല. ഞാൻ ബോധേഡ് അല്ല എത്ര ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനെടുത്തൊരു തീരുമാനമാണ്. പക്ഷെ ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. രമ്യ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ താങ്ക് യു, അതൊരു വാല്യുബിൾ ഫീഡ്ബാക്ക് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. അത് എനിക്ക് തോന്നുന്നത് ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു ടാക്ടിക്സും കൂടിയാണ് അല്ലേ?
അല്ല അല്ല, മീൻസ് ഈ പറഞ്ഞ പോലെ അത് ശ്രദ്ധിക്കുന്നില്ല. നമ്മളാണെങ്കിൽ പിന്നെ ആ കമന്റ്സ് ഒന്നും കൂടി നോക്കാനാണ്. അത് ടാക്ടിക്സ് ആയിരിക്കും കേട്ടോ. അത് എൻ്റെ ആ ഒരു എന്താ പറയുക, അത് ടാക്ടിക്സ് ആണെന്നോ കോപ്പിംഗ് മെക്കാനിസം ആണെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ പൊതുവേ അങ്ങനെ ഒരുപാട് പേർക്കുള്ള ഒരു വ്യക്തിയല്ല. ഞാനപ്പോൾ എൻ്റെതായ ആളുകൾ പറയുന്ന കമൻസും അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത്തരം കമൻസ് എന്നെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യരുത് എന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണത്. അത് ശരിക്കും രമ്യ പറഞ്ഞത് ശരിയായിരിക്കാം. ചിലപ്പോൾ അത് സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടിട്ടല്ല, അതൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്. ഇപ്പോൾ ആദ്യം തന്നെ തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ആരെയാണ് പോയി അപ്രോച്ച് ചെയ്യേണ്ടത്? അതൊരു സൈക്കോളജിസ്റ്റിനെയാണോ, സൈക്കാട്രിസ്റ്റിനെയാണോ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയാണോ, കൗൺസിലേഴ്സിനെയാണോ, അതോ ലൈഫ് കോച്ചസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരാൾക്ക് അറിയാൻ പറ്റുക? ആ സമയത്ത് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും അയാൾ, അല്ലെങ്കിൽ ഞാൻ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക നമ്മൾ ഇവരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്? ആരെ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇതിന് ഉത്തരം പറഞ്ഞ ഈ ലൈഫ് കോച്ച്, കൗൺസിലേഴ്സ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അങ്ങനെ ഒരു ഡിഫറൻസസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് പറയാം. നിങ്ങൾക്ക് ആരെയാണോ ആക്സസബിൾ, ഓക്കെ, സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ കൗൺസിലറോ, നിങ്ങൾക്ക് ആക്സസബിൾ ആരെയാണോ അവരെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ബട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ അതൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അവർ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് വീഡിയോസും മോട്ടിവേഷൻസും സ്റ്റോറീസും പറയുമ്പോൾ നമ്മൾ ആളുകളിപ്പോൾ അവരിലേക്ക് പോയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയുകയും പിന്നീട് അവരൊരു സിറ്റുവേഷൻഷിപ്പിലേക്കും അല്ലെങ്കിൽ പലതരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നത് കാണാറുണ്ട്. അതല്ല കൗൺസിലിംഗ് എന്നുകൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പോവാതെ നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളതാണ്. അത് സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ആരുമാവാം. ഇറ്റ് വുഡ് ബി ബെറ്റർ വേർ ഇത് രണ്ടു പേർ ആക്സസബിൾ ആയിട്ടുള്ള, സൈക്കോളജിസ്റ്റിനും സൈക്കാട്രിസ്റ്റിനും ആക്സസബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് പോകുന്നതെങ്കിൽ ദാറ്റ് വുഡ് ബി റിയലി ബെറ്റർ. കാരണം ഇതൊരിക്കലും ഈ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇത് ലൈക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു മെഡിക്കേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത്, അങ്ങനെയുണ്ടോ അതിനകത്ത്? ഇത് സൈക്കാട്രിസ്റ്റ്, നമ്മളൊരു സൈക്കാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. പലവർക്കും സൈക്കാട്രിസ്റ്റ് ആരാണ് സൈക്കോളജിസ്റ്റ് ആരാണെന്ന് അറിയില്ല. സൈക്കാട്രിസ്റ്റ് ഒരു മെഡിക്കൽ എക്സ്പേർട്ടാണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എൻഡോക്രൈനോളജിസ്റ്റ് ഉണ്ട്, ഗ്യാസ്ട്രോളജിസ്റ്റ് ഉണ്ട്, ഓങ്കോളജിസ്റ്റ് ഉണ്ട്, ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് എന്ന് പറയുന്ന പോലെ MBBS കഴിഞ്ഞതിന് ശേഷം ഒരു സ്പെഷ്യലൈസേഷൻ സൈക്യാട്രിയിൽ എടുത്ത് PG ചെയ്ത് അവരൊരു മെഡിക്കൽ എക്സ്പേർട്ടായിട്ട് ഇരിക്കുന്ന വ്യക്തികളാണ്. അവിടെ അവർ ഡയഗ്നോസ് ചെയ്യും, അതോടൊപ്പം തന്നെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ അവർക്ക് മാത്രമേ അധികാരമുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് മെഡിക്കൽ എക്സ്പേർട്ടിനെയാണ് നമ്മളൊരു സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത്. വേറാസ് മറുവശത്ത് സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ ഒരു പ്രോപ്പറായിട്ടുള്ള ഡിഗ്രിയും PGയും MPhilഉം ഡോക്ടറേറ്റൊക്കെ എടുത്തവർ തന്നെ ആയിരിക്കാം. പക്ഷേ ദേ അണ്ടർസ്റ്റാൻഡ് ദ സയൻസ് ഓഫ് സൈക്കോളജി. ദേ ആർ മോർ ഓർ ലെസ് ടോക്ക് തെറപ്പി ആയിരിക്കും. നമ്മളിതുപോലെ സംസാരിക്കുന്നത് പോലെ കുറേയും കൂടി സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ് ഉണ്ടാവും, സൈക്കോതെറപ്പീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ് ഇതെല്ലാം കൊടുത്ത് ചെയ്യുന്ന രീതിയിലാണ് സൈക്കോളജിസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ്, അവരുടെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. ഇത് രണ്ടും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപക്ഷെ മെഡിസിൻസ് ആവശ്യം ആയിട്ട് വരില്ല. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പോവേണ്ട ഒന്നാണ്. നമ്മളൊരു ടീമായിട്ട്, ഐ ബിലീവ് ദാറ്റ് ദിസ് ഷുഡ് വർക്ക് ആസ് എ ടീം. ഓക്കെ, ഇത് അങ്ങനെ പോവേണ്ട ഒരു സംഭവമാണ്. ഈ മെൻ്റലി കുറച്ച് വീക്ക് ആയിട്ടുള്ള ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണലി കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാർക്കാണ് പെട്ടെന്ന് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുന്നതെന്നുള്ളത്, അത് ശരിക്ക് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണോ? അതോ അവർ അങ്ങനെ ആണെങ്കിൽ തന്നെ ആ ഒരു മെൻ്റലി നമ്മൾ സ്ട്രോങ് ആവാൻ എന്താണ് വേണ്ടത്? മെൻ്റൽ ഇൽനെസ് ഇസ് എ കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് മെയിൻലി 3 ഫാക്ടേഴ്സ്. ഒന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, നമ്മുടെ ജെനറ്റിക്സ്, ഹെറിഡിറ്ററി,
അല്ലെങ്കിൽ നമ്മുടെ ജീൻസ്, ഹോർമോൺസ്, അങ്ങനെയുള്ള ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ചില സമയങ്ങളിൽ നമുക്ക് കൺട്രോളിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഹൗ വി തിങ്ക്, ഹൗ വി ഫീൽ, ഹൗ വി ആക്ട്, അല്ലെങ്കിൽ ഹൗ വി റെസ്പോൺസ് എന്നുള്ള കുറേ കാര്യങ്ങളാണ് ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. നമ്മുടെ കൾച്ചർ, റിലേഷൻഷിപ്സ്, എക്കണോമിക് സ്റ്റാറ്റസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ശരിക്കും ഒരു വ്യക്തിക്ക് പലപ്പോഴും മെൻ്റൽ ഇൽനെസ്സസ് ഉണ്ടാവാറ്. ഈ മെൻ്റൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാനസിക രോഗവും മാനസിക രോഗാവസ്ഥയും മാനസിക ആരോഗ്യവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം എന്നുള്ളതാണ്. മെന്റൽ ഇൽനെസ് ആൻഡ് വെൽനെസ് അല്ലേ? മെന്റൽ ഇൽനെസ്സും മെന്റൽ വെൽനെസ്സും എന്താണെന്ന് മനസ്സിലാക്കണം. മെന്റൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ അതൊരു മാനസിക രോഗാവസ്ഥയാണ്. അതായത് ഒരു വ്യക്തിയുടെ ചിലപ്പോൾ ചിന്തകൾ അല്ലെങ്കിൽ അവൻ്റെ എന്താ പറയുക വികാരങ്ങൾ, മാനസികാവസ്ഥ, പെരുമാറ്റം എന്നിവയൊക്കെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകൾ, ആൻസൈറ്റി ആവാം, ഡിപ്രഷൻ ആവാം, ബൈപോളർ, ബോർഡർ ലൈൻ, അങ്ങനെ പലതരത്തിലുള്ള ഡിസോർഡേഴ്സുകൾ നമ്മുടെ ലൈഫിനെ ബുദ്ധിമുട്ടിക്കുന്ന, തടസ്സപ്പെടുത്തുന്ന ഈ രോഗാവസ്ഥകളെയൊക്കെയാണ് നമ്മൾ മെൻ്റൽ ഇൽനെസ്സസ് എന്ന് പറയുന്നത്. വേറാസ് മെൻ്റൽ വെൽനെസ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ രോഗങ്ങളുടെ അഭാവം മാത്രമല്ല ഒരു മെൻ്റൽ വെൽനെസ് എന്ന് പറയുന്നത്. ആളുകളുടെ വിചാരം എനിക്ക് ആൻസൈറ്റി ഇല്ല, ഡിപ്രഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര മെൻ്റലി ഫിറ്റാണ്, ഓക്കെയാണ്, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ളതല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ചിന്താരീതി, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ പെരുമാറ്റ രീതി, നമ്മളെങ്ങനെ ഫീൽ ചെയ്യുന്നു, ഹൗ വി ഫീൽ, ഹൗ വി തിങ്ക്, ഹൗ വി ആക്ട്, ഹൗ വി റെസ്പോൺസ്, ഇതെല്ലാം നമ്മുടെ ലൈഫിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകും. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടല്ല ജീവിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ നമ്മളെല്ലാവരും പോകും അല്ലേ? അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഇതിനെയൊക്കെ വളരെ പ്രാപ്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി, അല്ലെങ്കിൽ കുറച്ചും കൂടി ഊർജത്തോടു കൂടി ഫേസ് ചെയ്യാനും നമ്മുടെ ഒരു പൂർണ്ണതയിലേക്ക്, നമ്മുടെ ഒരു പൂർണ്ണ രീതിയിൽ നമുക്ക് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മളൊരു മെൻ്റലി ഫിറ്റാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ മെൻ്റലി സ്ട്രോങ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനർത്ഥം പ്രശ്നമില്ല എന്നുള്ളതല്ല, അല്ലെങ്കിൽ മാനസിക അസുഖങ്ങളില്ല അതുകൊണ്ടിട്ട് ഇവർ മെൻ്റലി ഫിറ്റ് ആണെന്നും കരുതുന്നില്ല. പക്ഷെ ആളുകൾക്ക് ഈ ഡിഫറൻസ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ മെൻ്റൽ വെൽനെസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഒരാൾക്ക് ആള് ഓക്കെ ആയിരിക്കും, പക്ഷേ എങ്കിൽ പോലും ചില സമയങ്ങളിൽ നോ പറയാനുള്ളൊരു ബുദ്ധിമുട്ട്. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾക്ക് ഹേർട്ട് ആവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും നോ പറയാതിരിക്കുക, നോ പറയുന്ന അങ്ങനെ ചെയ്യാതിരിക്കുക. പക്ഷേ അത് ഒരുപക്ഷെ അയാളുടെ ലൈഫ് ലോങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവം ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഇതിനെ നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ ഒരാൾ ഇപ്പോൾ റോസ്മേരി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത്? ഒരു വലിയൊരു തെറാപ്പി വേണോ, അതൊരു ഗൈഡൻസ് കൊണ്ട് മാറുമോ? ഇതൊക്കെ ഒരു സംശയമാണ് കേട്ടോ. ഇങ്ങനെ ഒരു നോ പറയാൻ മടി എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്തൊരു ക്ലയൻറ്റ് ഒരു പ്രസൻറ്റിങ് പ്രോബ്ലമായിട്ട് വരുമ്പം നമ്മൾ ആദ്യം കൗൺസിലിംഗ് എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു മാനസിക രോഗാവസ്ഥകളുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയല്ല, അല്ലെങ്കിൽ ചികിത്സാ പ്രക്രിയയല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് സ്വയം നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരാളുടെ ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പോ എടുക്കുന്നൊരു പ്രക്രിയയാണ്, ഈ ഒരു ഇടപെടലാണ് ഈ കൗൺസിലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സൈക്കോളജിസ്റ്റോ കൗൺസിലറോ നമുക്ക് സഹായിക്കുന്ന 5 ലെവലിലാണ്. ഒന്ന്, അവർ യഥാർത്ഥ കാരണം കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ നോ പറയാനുള്ള ഇഷ്യൂ ആ കേസായിട്ട് തന്നെ നമ്മൾ എടുത്താൽ, നോ പറയാനായിട്ട് എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ ആ ഇഷ്യൂ പറഞ്ഞ് നമ്മുടെ അടുത്ത് വരില്ല. അപ്പം നമ്മൾ നോ അങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം ചോദിക്കുക അവരോട്, എങ്ങനെ, എപ്പോ, എന്ത്, ഈ റീസെൻ്റ് ആയിട്ട് എന്ത് സംഭവിച്ചു, എന്തെങ്കിലും ഒന്ന് ട്രിഗർ ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ നമ്മുടെ മുമ്പിലേക്ക് അവർ ആ ഒരു ഇഷ്യൂ ആയിട്ട് വരില്ല. ഇത്രയും സോ മെനി ഇയേഴ്സ് ഇപ്പൊ പറഞ്ഞ ഒരു കേസിന് അയാൾക്കൊരു 23 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. 23 വർഷമായിട്ട് അയാൾ നോ പറയാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്.
അപ്പൊ ഇറ്റ് ഇസ് എ പാറ്റേൺ. അത് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇപ്പോ അയാളെ എന്തോ ഷേക്കനാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാനായിട്ട് ആ മെന്റൽ ഹെൽത്ത് പ്രൊഫഷൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. 2, ഈ ഒരു പ്രശ്നം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചോദിക്കുന്നത് ഇതാണ്, ഇത് സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഈ ഒരു യഥാർത്ഥ കാരണം കണ്ടെത്തിയതിന് ശേഷം ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്ന് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒരു ക്ലയൻറ്റിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ദോഷങ്ങൾ കുറഞ്ഞ ഒരു പരിഹാര മാർഗം സ്വീകരിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു. ആ എടുത്ത തീരുമാനത്തെ ജീവിതത്തിൽ മുന്നോട്ട് പോയി അല്ലെങ്കിൽ അവരുടെ ആ തീരുമാനം അച്ചീവ് ചെയ്യുന്നത് വരെ അവരുടെ കൂടെ ആ ഒരു വ്യക്തിയുടെ കൂടെ അവരെ സഹായിക്കുന്നു എന്നുള്ളൊരു പ്രക്രിയയാണ് നോർമൽ ഒരു കൗൺസിലിംഗ് പ്രക്രിയയിലൂടെ നടക്കുന്നത്. മെയിൻലി ഐഡന്റിഫൈയിങ് ദ ഇഷ്യൂസ് ആൻഡ് എക്സ്പ്ലോറേഷൻ ആൻഡ് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ആൻഡ് അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഒരു നോർമൽ കൗൺസിലിംഗിൽ ആദ്യത്തെ സെഷൻസിലൊക്കെ നടക്കുകയുള്ളൂ. അതേസമയം നോ പറയാനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാനൊരു ബുദ്ധിമുട്ട്, അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ആ ഒരു നേച്ചർ കിട്ടിയിരിക്കുന്ന അന്നത്തെ ഒരു ദിവസമായിരിക്കണം എന്നില്ല. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇത്തരം കാര്യങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാവുന്നൊരു കാര്യങ്ങളല്ല. ജീവിതത്തിൽ മുമ്പ് എപ്പോഴൊക്കെയോ അല്ലെങ്കിൽ ചെറുപ്പകാലം മുതലേ ഈ ഒരു പാറ്റേൺ അവർക്ക് ഉണ്ടാവാം. അത് ചിലപ്പോൾ അവരുടെ ഫോർമേഷൻ മൂലം ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഉള്ളത് കൊണ്ടിട്ടാവാം. മറ്റുള്ളവരോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒറ്റപ്പെടുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം. അസേർട്ടീവ്നെസ് സ്കിൽസ് കുറവുള്ളത് കൊണ്ടിട്ടാവാം. അപ്പം ഇത്തരം ഏത് എലമെൻറ്റിലാണ് കുറവുള്ളത് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അത് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു എന്ന് ഓർത്തിട്ട് അവർ മാറണം എന്നില്ല. പല പല സ്ട്രാറ്റജീസ് ആയിട്ട് പല പല ഘട്ടങ്ങളായിട്ട് അവരെ കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അത് ആ ബിഹേവിയർ പാറ്റേൺ, ഇപ്പം നമ്മൾ പറയാറില്ല, ചിലവർ സോഷ്യൽ മീഡിയയിലൊക്കെ പറയാറുണ്ട്, you follow this 21 days or you follow this 30 days or you follow this 50 days. നമ്മുടെ ഇത് സിസ്റ്റത്തിലേക്ക് കയറണം. അങ്ങനെ വരാറുണ്ടോ? എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് മാറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി വരാം. ചിലവർ എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വന്നു കഴിയുമ്പോൾ പാരൻസ് ഒന്ന് പറയും, എൻ്റെ മക്കളെ സെപ്പറേറ്റ് ആക്കരുത്, അവൾക്ക് സെപ്പറേറ്റ് ആവണം, ഇതൊന്ന് ഫിക്സ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സൊല്യൂഷൻസ് പെട്ടെന്ന് ചോദിക്കും. ദേ ആസ്ക് സൊല്യൂഷൻസ്. ഒരു സൈക്കോളജിസ്റ്റ് ഇരിക്കുന്നത് മോസ്റ്റ്ലി നമ്മൾ പറയാറ് ക്ലയൻസിന് വേണ്ടിയിട്ട് ഡിസിഷൻസ് എടുക്കരുത്, സൊല്യൂഷൻസ് കണ്ടെത്തുന്ന ഒരു പ്രൊസീജിയർ ആക്കരുത് എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും ദർ ആർ മൈക്രോ ഡിസിഷൻസ് നമ്മൾ ക്ലയൻസിന് വേണ്ടിയിട്ട് അറിയാണ്ട് നമ്മളുടെ ഒരു സജഷൻസ് പോലെയോ അഡ്വൈസസ് പോലെയോ ഒക്കെ വന്നു പോവാറുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ചിലപ്പോൾ ക്ലയൻറ്റ് ഒരു ബ്രെയിൻ ഫോഗിലാണ്, അവരെങ്കിൽ ഇമോഷണലി ഭയങ്കര കെയോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. നമ്മൾ കുറച്ച് സജഷൻസ് ഒക്കെ കൊടുക്കും, വൈ ഡോണ്ട് യു ഡു ദിസ്, ഐ യു ഓക്കെ ഡൂയിങ് ദിസ് എന്നൊക്കെ നമ്മൾ ചോദിച്ച് പല പല ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ ക്ലയൻറ്റിന് മുമ്പിൽ നിരത്തുകയാണ്. ആൻഡ് ദേ ക്യാൻ പിക്ക് ഇറ്റ് വാട്ട് ദേ വാണ്ട്. ദേ ഹാവ് ടു കണക്ട് വിത്ത് ദോസ് സൊല്യൂഷൻസ് ആൻഡ് ദേ ഹാവ് ടു ചൂസ് വാട്ട് ദേ വാണ്ട്. When they choose what they want, they will be responsible. അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കുമ്പോൾ അവർ പൊതുവെ അങ്ങനെയാണ്. If I ask you to choose something like what you want, when you pick something, you're responsible for this, right? Yes. Because നമ്മുടെ ആക്ഷൻസ് നമ്മൾ റെസ്പോൺസിബിൾ അല്ലേ. സോ അത് കോൺഷ്യസ്ലി they feel it. ആൻഡ് നമ്മൾ ഒരു ഡിസിഷൻസ് അങ്ങനെ നമ്മൾ ചെയ്യിപ്പിക്കല്ലോ. ആദ്യമൊക്കെ അപ്പോൾ പെട്ടെന്നൊരു സൊല്യൂഷനൊന്നും നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവരുടെ ആ ഒരു പീലിംഗ് പ്രോസസ്സിൽ നമ്മൾ അവരുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ സാധിക്കും എന്നുള്ളതാണ്. ബിക്കോസ് ഒരു സൈക്കോതെറാപ്പി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറ്റ്സ് എ ജേർണിയാണ്. നമുക്കൊരു സ്വിച്ച് ഇട്ടതുപോലെ സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല. അതുപോലെ നമ്മുടെ ഇന്നത്തെ ലൈഫിൽ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വലയ്ക്കുന്ന ഒരു സംഭവമാണ് ഡിപ്രഷൻ. ആക്ച്വലി ഈ ഡിപ്രഷൻ എന്താന്ന് പോലും കറക്റ്റ് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ചെറിയ വിഷമങ്ങൾ വന്നാലും അത് ഡിപ്രഷനായിട്ട് മാറാറുണ്ട്. അത് എനിക്ക് ഡിപ്രഷനാണ് അങ്ങനെ തോന്നുന്ന ആളുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡിപ്രഷൻ ഒരാൾക്കുണ്ടെന്നുള്ളത് അവനവന് സ്വയം വിലയിരുത്താൻ കഴിയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫ് ഡയഗ്നോസ് ആരോടും ചെയ്യരുതെന്ന് പറഞ്ഞാലും ആളുകൾക്ക് ഇതൊരു ഹാബിറ്റാണ്.
നമ്മൾ സിംറ്റംസ് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് തരുന്ന മെഡിസിൻസ് നമ്മുടെ അവസ്ഥയെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വഴി മാത്രമല്ല, നമ്മൾ ഇറക്കുന്ന വീഡിയോസിൽ വഴി മാത്രമല്ല, സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്ന ആരും ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്നു, സ്വയം ഡയഗ്നോസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ വന്നിട്ട് ആളുകൾ പറയാറുണ്ട്, എനിക്ക് ADHD ഉണ്ട്, ഐ തിങ്ക് ഐ എം എ നാർസിസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പം അവർ തന്നെ ഡയഗ്നോസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഇംഗ്ലീഷിൽ നമ്മുടെ ഒരു ലോ മൂഡിനെ ഓക്കെ they say that I am depressed എന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ യു ഹാവ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഇൽനെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു WHO നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന കുറച്ച് സിംറ്റംസിൽ 5 അതിലധികമോ ഓക്കെ മിനിമം 2 ആഴ്ച ഈ സിംറ്റംസ് പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ ഡിപ്രഷൻ എന്നുള്ളതാണ്. അതിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഓക്കെ ഡിപ്രസീവ് മൂഡ് ഉണ്ടാവും, സൂയിസൈഡ് തോട്ട്സ് ഉണ്ടാവും, ഉറക്കത്തിൽ ചേഞ്ചസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും. അതൊക്കെ ഒരു ഷോർട്ട് പീരിയഡ്സ് മാത്രമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഒരു സാധാരണ വിഷമം, സാഡ്നെസ്, ഓക്കെ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ടുഡേ ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്, ദാറ്റ്സ് ക്വൈറ്റ് ഓക്കെ, ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ, ബട്ട് ടുമോറോ ഐ എം ബെറ്റർ, അല്ലെങ്കിൽ അത് നാളെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഓക്കെ ആയി. അപ്പം അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വന്നു, ഒരാൾ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇല്ലാതെയായി. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ എനിക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് ഐ മൈ ടുക്ക് 7 days or 8 days or even 10 days. നമുക്കൊരു ഡിപ്രഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം ആ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ സ്നേഹിച്ചൊരു വ്യക്തി പോയി, അല്ലെങ്കിൽ മരിച്ചുപോയി, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ട് ഇല്ലാതെയായി, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ നമ്മളൊരു പെയിനിലൂടെ പോവുകയാണ്. അപ്പോൾ ആ പെയിൻ മാറാനായിട്ട്, നമുക്കൊരു ലോ മൂഡ് മാറാനായിട്ട് കുറച്ച് സമയം എടുത്തുന്നിരിക്കും. പക്ഷെ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അതൊരു മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്നൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നോക്കേണ്ട ഒന്നാണ്. അതിൽ അക്കോർഡിംഗ് ടു WHO ഞാനിപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ്, മൂഡ് ചേഞ്ചസും സ്ലീപ്പ് ഡിസ്റ്റർബൻസസും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, ദ ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേറ്റിംഗ്, അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എക്സസീവായിട്ട് ഉറങ്ങുന്നു, ഒരു ഐസൊലേഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ സൂയിസൈഡ് തോട്ട്സ് ഉണ്ടാവുക, ഇങ്ങനെ പെർസിസ്റ്റൻ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വ്യക്തി ഒരു 2 weeksലൂടെ പോകുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടെന്ന് പറയാം. എഗെയിൻ ഇതൊരു പർട്ടിക്കുലർ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്, ഒരു പർട്ടിക്കുലർ ഈവൻറ്റിനെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ നമ്മൾ ആ ഒരു ഈവൻറ്റിന് ഇപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലൈഫിലെ ഒരു പർട്ടിക്കുലർ ഈവൻസിന്, സർക്കംസ്റ്റൻസസിനെ ചുറ്റിപ്പറ്റിയുള്ളതാണെങ്കിൽ നമ്മൾ അതിനെ എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ഇയാൾക്കൊരു ഡിപ്രസീവ് ആണെന്നൊന്നും പറയില്ല. ഇതും കൂടാതെ ഓക്കെ ഇവരുടെ ഹോർമോണൽ ലെവൽസിന് ഡിഫറൻസസ് ഉണ്ടാകും, ഇവരൊരു പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിക്കൽ ഡയഗ്നോസിലൂടെ പോകും. ഓക്കെ, എന്നിട്ട് എക്സ്പേർട്ടാണ് കൺഫേം ചെയ്യുന്നത് ഇവർക്കൊരു ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളത്. ഒരാൾക്ക് ഏത് തരത്തിലുള്ള ഡിപ്രഷൻ എന്നല്ല, ഏത് തരത്തിലുള്ള മെൻ്റൽ ഇൽനെസ്സും ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്ന മിനിമം ഒരു 7 കാറ്റഗറിയിൽ വെച്ചിട്ടാണ്. ഒന്ന് നോക്കുന്നത് അവരുടെ ഡ്യൂറേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിനിമം 2 weeks, എല്ലാത്തിലും 2 weeks അല്ല. ഇപ്പോൾ ഡിപ്രഷൻ കാര്യം ചോദിച്ചതുകൊണ്ടാണ് ഞാൻ 2 weeks എന്നെങ്കിലും പറഞ്ഞത്. ഇപ്പോൾ ഡ്യൂറേഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൻറ്റൻസിറ്റി ആൻഡ് സിവിയാരിറ്റി ഓഫ് ദ സിംറ്റംസ്, ഏതൊക്കെ രീതിയിൽ ആ സിംറ്റംസ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കോണ്ടെക്സ്റ്റ് ഓഫ് ദ സിംറ്റംസ്, ആ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷൻ ഈ ഒരു സിംറ്റംസ് അവർക്ക് കാണിക്കുന്ന ഏത് തരത്തിലുള്ള അവർ ഉത്കണ്ഠയോ ആൻസൈറ്റിയോ അല്ലെങ്കിൽ ഡിപ്രഷനോ അതൊരു ഓവറോൾ അവരെ എങ്ങനെ അത് ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. ദെയർ ഇമ്പാക്റ്റ് ഓൺ ഡെയിലി ലൈഫ്, അവരുടെ ലൈഫിൽ അതൊരു ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് എന്ന് നമ്മൾ പറയും. അതായത് അവരുടെ ഗ്ലോബൽ ഫങ്ഷനിങ്, അവരുടെ സോഷ്യൽ ഹോം ലൈഫിൽ, റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ ലൈഫിൽ ഇതൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഡെയിലി ലൈഫിനെ ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി,
ഇത് എത്ര നാള് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് എപ്പോ നിൽക്കുന്നുണ്ട് എന്ന് നോക്കുന്നു. അതോടൊപ്പം നമ്മൾ പറയും ഇതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ നമ്മൾ 2 സ്റ്റാറ്റിസ്റ്റിക് മാനുവലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് WHO ICD-10 ക്ലാസിഫിക്കേഷനും ദെൻ DSM-5 എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് മാനുവൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് പറയുന്നത്. അടുത്തൊരു അടുത്തൊരു സ്റ്റെപ്പാണ് എക്സ്ക്ലൂഷൻ ഓഫ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വീക്കെൻഡ്സിലൊക്കെ ഡ്രഗ്സ് എടുക്കുക, പാർട്ടിക്ക് പോവുക, അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഫ്രൈഡേ നൈറ്റ് ഉപയോഗിച്ചു, സാറ്റർഡേ ഉപയോഗിച്ചു, ഇത് കഴിഞ്ഞിട്ട് സൺഡേ ഉണ്ട്, മൺഡേ ഉണ്ട്. അപ്പോൾ ദിസ് 2 days they took rest. Tuesday they might feel low. ആൻഡ് ഇതെല്ലാം എക്സ്ക്ലൂഷനാണ്. ബിക്കോസ് സബ്സ്റ്റൻസ് യൂസ് ചെയ്തത് കൊണ്ടിട്ട് വന്ന കുറേ കാര്യങ്ങൾ, അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ അവരെ ഡിപ്രഷനോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് വെച്ചിട്ടായിരിക്കും. ഇതെല്ലാം എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ. നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുമ്പോൾ അതൊരു ഭാഗമാണോ ഇതിൻ്റെ? അതായത് ഇപ്പം നമുക്ക് കരയാൻ വരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ചിരിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മളത് ചെയ്യാതെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാണ്. ഇതൊരു ഡിപ്രഷന് വരാനുള്ള സാഹചര്യമുണ്ട്. നമ്മൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ സപ്രസ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻസ് എല്ലാവരും ഭയങ്കര എക്സ്പ്രസീവ് അല്ല അല്ലേ. ദർ ഈസ് സംതിങ് കോൾഡ് ഫിസിക്കൽ സജസ്റ്റബിലിറ്റി ആൻഡ് ഇമോഷണൽ സജസ്റ്റബിലിറ്റി. ഫിസിക്കൽ സജസ്റ്റബിലിറ്റി ആയിട്ടുള്ള ആളുകൾ കുറേയും കൂടി എക്സ്പ്രസീവ് ആയിരിക്കും. അവർ സങ്കടം വന്നാൽ കരയും, ചിരിക്കും, നമുക്ക് ദേഷ്യം വന്നാൽ സന്തോഷം വന്നു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കും, അങ്ങനെ കുറച്ചും കൂടി എക്സ്പ്രസീവ് ആയിരിക്കും. വേറെ ഇമോഷണൽ സജസ്റ്റബിൾ കുറേയും കൂടി ഇൻറ്റേർണലൈസ്, ഇവർ കുറച്ചും കൂടി പ്രോസസ്സ് ചെയ്യും. ചിലവർ കുറച്ചും കൂടി ഉള്ളിലേക്ക് ഒതുക്കുന്ന കൂട്ടത്തിലായിരിക്കും. നമുക്ക് അവരെ എന്താ പറയുക കാര്യങ്ങൾ പറയാനോ പ്രോസസ്സ് ചെയ്യാനോ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കാം. ഇത് കോമ്പിനേഷനും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരാളുടെ വികാരങ്ങൾ സപ്രസ് ചെയ്യുന്നത് അവൻ്റെ പാറ്റേൺ ആവാം, ഓക്കെ, അല്ലെങ്കിൽ ആ എക്സ്പ്രഷനിൽ വാല്യൂ ഇല്ല എന്ന് ഓർത്തിട്ടാവാം, അല്ലെങ്കിൽ അവൻ ആ വളർന്ന ചുറ്റുപാടിൽ അതായിരിക്കാം അവൻ ലേൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്തരം സപ്രസ് ചെയ്ത് വെക്കുന്നത് കൊണ്ടിട്ടുള്ള ദൂഷ്യഫലങ്ങൾ വേറെയാണ്. പക്ഷേ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, ചാൻസസ് അതെ. പക്ഷേ അതിൻ്റെ അർത്ഥം അവർക്ക് ഉണ്ട് എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അവർക്ക് സപ്രസ് ചെയ്താലും ഇഫ് ദേ ആർ ഏബിൾ ടു മാനേജ് ദെയർ ലൈഫ് വെൽ, ദാറ്റ്സ് ഫൈൻ. അവർക്ക് ഡിപ്രഷൻ ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.